മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ മക്കളെ ഉപദേശിക്കുന്നുണ്ട്. അലീന എന്തിനു വേണ്ടിയിട്ടാണ് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും ഈ വീട്ടിൽ നിന്ന് പോയത്? നിങ്ങളുടെ അമ്മ ഇവിടെ തിരിച്ചു വരാൻ. അവൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ ഈ വീട്ടിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ. ഒന്നുമില്ലെങ്കിലും നമ്മളെല്ലാവരെയും ഭരിക്കാൻ. അവളുടെ കയ്യിൽ വീണ്ടും ഈ വീടിൻ്റെ ആധിപത്യം വന്നു എന്ന് അവൾ കണക്കാക്കാൻ. അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവൾ ഈ വീട്ടിൽ നിന്ന് പോയത്. നിങ്ങളെന്താ വേണ്ടത്? അതിനനുസരിച്ച് പെരുമാറണം. ഞാനും നിങ്ങളുടെ അമ്മയും തമ്മിലുള്ള വഴക്കിൽ നിങ്ങൾ ഇടപെടേ വേണ്ട. അത് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. നിങ്ങൾക്കിപ്പോൾ പ്രധാനം നിങ്ങൾ പഠിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പണിയെടുക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മുറിയിലേക്ക് വന്നോ, ഞാൻ അവിടെ അലങ്കോലാക്കിയിടാം, അതൊക്കെ ശരിയാക്കിക്കോന്ന് പറയും. അങ്ങനെ പറയും. പിന്നീട് അങ്ങനെ ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ ബബിതനോടും കൂടി പറയുന്നത്, ബബിതൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അമ്മനോട് എതിർക്കണേന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നീ എന്നോട് വന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉപദേശിച്ച് മക്കളിൽ രണ്ട് അപ്പം അമ്മ വാതിലിൻ്റെ അവിടെ ഉണ്ടാവും എന്ന് പറയും. അതുപോലെ തന്നെയായിരുന്നു ഡോറിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടായി. എങ്ങനെയുണ്ടായി രോഹിത്തെ ബിരിയാണി എന്ന് ചോദിക്കും. ഞാൻ ബിരിയാണിയല്ല അമ്മ തിന്നത്, കുഴിമന്തി എന്ന് പറയും. നീയോടി എന്ന് ചോദിക്കും. നിനക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി എന്ന് ചോദിക്കും. ഞാൻ ബിരിയാണിയല്ല തിന്നത്, ഞാനൊരു കരിമന്തി എന്ന് പറയും. അതെന്തിട്ടടി കരിമന്തി എന്ന് പറഞ്ഞു. ഓ നീ എന്നെ കളിയാക്കിയതുള്ളടി, നീക്കേ എന്ന് മുതലുണ്ട് നിൻ്റെ അച്ഛൻ നിൻ്റെ ഹോട്ടലിൽ കൊണ്ടുപോയി മേടിച്ച് തന്ന് ഭക്ഷണം മേടിച്ച് തന്നെ ഇന്നൊരു ദിവസമല്ലേ നടക്കുള്ളൂ. നാളെ തുടങ്ങി നിങ്ങൾ അല്ലെങ്കിൽ വൈകുന്നേരം തുടങ്ങി ഈ അടുക്കളയിൽ നിന്ന് കഴിക്കണ്ടേ. ഈ അടുക്കളയിൽ ഉണ്ടാക്കി വെച്ച് ഭക്ഷണം വേണ്ടി നിങ്ങളെല്ലാവരും കഴിച്ച് വളർന്നിട്ടുള്ളത് ഇന്ന് വരെ. എന്നിട്ട് വലുതായി വരേണ്ടി നിങ്ങളൊക്കെ എന്നൊക്കെ പറയും. അമ്മ ആരോടും കൂടി നീ പറയുന്നത്? അച്ഛനോടും കൂടിയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അച്ഛൻ ഇത് കേട്ടിട്ടൊന്നും പറയാനില്ലേ എന്ന് ബബിത ചോദിക്കും. ആരോട് പറയാൻ? എനിക്കാരോടും സംസാരിക്കാനൊന്നുമില്ല. എങ്ങാണ്ടെന്നൊക്കെ ഞാനില്ലാത്ത സമയത്ത് എങ്ങാണ്ടെന്നോ അലഞ്ഞ് തിരിഞ്ഞ് വന്നൊരു പ്രേതം ഈ വീട്ടിലുണ്ട്. അതിനോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ മുകളിലേക്ക് പോകും. കൃഷ്ണമോളും രോഹിത്തും പോകും. ബബിത കുറച്ച് നേരം അമ്മയുടെ അടുത്ത് നിൽക്കും. അതിനുശേഷം ബബിതയും പോവും. വൈജയന്തി ആകെ അടി കിട്ടിയ പോലെ നിൽക്കണം. ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലാലിച്ചൻ നന്നായി മദ്യപിക്കുന്നുണ്ട്. എന്തൊക്കെയോ ഫ്രൈ ചെയ്ത് അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട്, ഡാ മതിയടാ ലാലിച്ച, ഈ കുടുംബത്തൊരു പെൺകുട്ടിയുള്ളതടാ എന്ന് പറയും. അപ്പച്ചൻ എന്താ ഒരെണ്ണത്തിൽ നിർത്തിയത് എന്ന് ചോദിക്കും. ഓ എനിക്ക് മതിയായിട്ട് അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പച്ചൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഉച്ചയ്ക്ക് ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞില്ലേ, എന്താ പോകാഞ്ഞത്? അതോ എനിക്കിവിടെ കുറച്ച് കുറുന്തോട്ടി വേര് പറിക്കാനുണ്ടായിരുന്നു, അതിന്. കുറുന്തോട്ടിയല്ല, കരിന്തേട്ടി. ഒന്ന് പോ അപ്പച്ച, കുന്തോണെന്ന് പറയും. അപ്പച്ചൻ്റെ ചിന്നമ്മനെ കാണാൻ നിൽക്കണല്ലേ എന്ന് പറയും. പിന്നെ ചിന്നമ്മനെ പേടിച്ചിട്ടല്ലേ അപ്പച്ചൻ മദ്യപിക്കാത്തതെന്ന് ചോദിക്കും. പിന്നെ ഒറിജിനൽ ചിന്നമ്മനെ ഞാൻ പേടിച്ചിട്ടില്ല, പിന്നല്ലേ ചിന്നമ്മരെ ഫോട്ടോസ്റ്റാറ്റ് എന്ന് പറയും. എൻ്റെ അപ്പച്ച, ആ ചിന്നമ്മയാണ് ശരിക്കും ഡ്യൂപ്ലിക്കേറ്റ്. കാരണം അത് വേറെ വീട്ടിൽ നിന്ന് വന്നതാണ്. ഈ ചിന്നമ്മയോ നമ്മുടെ സ്വന്തമാണ്. കൊട്ടാരമറ്റത്തിൽ ലാലിച്ചൻ്റെ മകൾ ചിന്നമ്മ എന്ന് പറയുന്നു. അതല്ല അപ്പച്ച ഒറിജിനൽ എന്ന് പറയും. അത് നീ പറഞ്ഞത് ശരിയാണ് എന്ന് പറയും. എന്നാൽ പറ അപ്പച്ചൻ എന്തുകൊണ്ടാണ് രണ്ടാമത് മദ്യം കുടിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടാണ്ട്. അല്ല അങ്ങനെയല്ല, അപ്പച്ചൻ എത്ര കുടിക്കുന്നു എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് അവളുടെ മുന്നിലേ കുറേ കുടിച്ചു നിന്നിട്ടുണ്ടെങ്കിലേ നമ്മുടെ വില പോകും ലാലിച്ച, മനസ്സിലായോ എന്നൊക്കെ പറയും. മനസ്സിലായി. അപ്പച്ചന് അലീനനെ പേടിയില്ലേ എന്ന് പറയും. അങ്ങനെയെങ്കിൽ അങ്ങനെ, നീ എന്ത് വേണമെങ്കിലും കരുതിക്കോ, എനിക്ക് ആ പെങ്കൊച്ചിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ പറ്റില്ല എന്ന് പറയും. അതുമാത്രമല്ലടാ, അവൾ ഓരോ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോഴേ മിണ്ടാൻ പറ്റില്ല എന്ന് പറയും. അവൾ എങ്ങനെയുണ്ട് അപ്പച്ച? എൻ്റെ മോള് സുന്ദരിയല്ലേ? അതേടാ സുന്ദരി തന്നെയാണ്. പക്ഷേ പിന്നെ പറയും, 23 വർഷം ഞാൻ ഈ വീട്ടിൽ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടും ജീവിച്ചിട്ടും ഇങ്ങനൊരു മകളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ മോള് എത്ര നാളായ അപ്പച്ച അനാഥാലയത്തിൽ കഴിയുന്നത്, അതും ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ഞാനിവിടെ ഇങ്ങനെ ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ മോൾ എത്രയോ കഷ്ടപ്പെട്ട അപ്പച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ലാലിച്ചൻ കരയിന്. ലാലിച്ച മതി, നീ ഒരുപാട് ഓവറായി എന്ന് പറയും. നിനക്ക് അവൾ മാത്രമല്ല കേട്ടോ മക്കൾ, വേറെ മക്കളും ഉണ്ടായിരിക്കാം. പക്ഷെ എൻ്റെ മോള് പോലെ ഈ ലോകത്ത് എനിക്ക് ആരുമില്ല അപ്പച്ച. ഞാൻ അവളെ ലോകം മുഴുവൻ ചുറ്റിക്കും, കടലിലൂടെ നീന്തും, കായലിലൂടെ ഓടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും. നല്ല കാര്യം, എന്നെയും കൊണ്ടുപോകുമെന്ന് ചോദിക്കും. ഒരാളെയും കൊണ്ടുപോകില്ല, ഞാൻ എൻ്റെ മകളും മാത്രം. എന്നിട്ട് തിരിച്ചു വന്നതിന് ശേഷം നല്ലൊരു കോടീശ്വരനായ ക്രിസ്ത്യാനിയെ കൊണ്ട് എൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കും. അത് വേണ്ടതെന്ന് പറയും. അതൊക്കെ വേണ്ടതെന്ന് ലാലിച്ചാന്ന് പറയും. നല്ലൊരു ക്രിസ്ത്യാനിയെ തന്നെ നോക്കി വിവാഹം കഴിപ്പിക്കും എന്നും പറയുന്നുണ്ട്.
അത് വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അപ്പച്ചനതൊക്കെ കേട്ടപ്പോൾ നല്ല സന്തോഷം തന്നെയാണ്. എല്ലാം ശരി തന്നെയാണെന്ന് പറയും. വീണ്ടും വീണ്ടും ലാലിച്ചൻ ഇങ്ങനെ പറയും, 23 വർഷം എൻ്റെ മോൾ അനാഥാലയത്തിലുണ്ടായിന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയുന്നു. എനിക്ക് എനിക്ക് എൻ്റെ കൂടെ ആരുണ്ട് അപ്പച്ചാ, കുറച്ച് നന്ദിയുള്ള നായ്ക്കളല്ലാതെ മനുഷ്യരാരും ഇല്ലല്ലോ. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതല്ലേ, ഒറ്റയ്ക്ക് ഞാൻ ഉണ്ടാക്കിയതല്ലേ. എൻ്റെ മകൾ ഇനി എൻ്റെ കൂടെ തന്നെ വേണം. അവൾ ഈ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത എല്ലാ സന്തോഷങ്ങളും അവൾ അനുഭവിക്കണം. കാണാത്ത എല്ലാ കാഴ്ചകളും അവളെ അവളെ കൊണ്ട് നടന്ന് കാണിക്കണം. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് 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 ഒരുപാടായപ്പോൾ മതി ലാലിച്ചാ, നിർത്ത്, ഇനിയെങ്കിലും നീ ഇങ്ങനെ കുടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് വല്യപ്പച്ചൻ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിക്കും. അങ്ങനെ എഴുന്നേറ്റിട്ട് വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറയുന്നു. എൻ്റെ മകൾ, എൻ്റെ രാജകുമാരി, എൻ്റെ പ്രിൻസസ്, അവളുടെ പേരേ ഞാൻ മാറ്റി, എലീന അല്ല ഇനി അവൾ പ്രിൻസസ്സാണ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞ് തന്നെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ അയാൾ മുറിയിലേക്ക് പോകണം. അതിന് ശേഷം വല്യപ്പച്ചൻ അലീനയുടെ വാതിലിൽ ഇങ്ങനെ മുട്ടുന്നുണ്ട്. മോളെ മോളെ നീ ഉറങ്ങിയാന്നൊക്കെ ചോദിക്കും. പക്ഷെ ഒരു പ്രതികരണം ഉണ്ടാവില്ല. അപ്പോൾ വല്യപ്പച്ചൻ വാതിൽ തുറന്ന് നോക്കുമ്പോൾ അലീന ഇങ്ങനെ മിണ്ടാണ്ട് കട്ടിലിരിക്കുന്നുണ്ടാവും. നീ ഉറങ്ങിയില്ലേ, എന്നിട്ട് എൻ്റെ വാലുറക്കാഞ്ഞേ, കഴിഞ്ഞോ മദ്യസേവ എന്ന് ചോദിക്കും. അപ്പോൾ വല്യപ്പച്ചൻ പറയും, കഴിഞ്ഞു എന്ന് പറയും. കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ഞാൻ കുടിച്ചില്ല മോളെ. കുടിച്ചില്ലേ? ഞാനൊന്നിൽ നിർത്തി. അതെന്താ നിർത്തിയത് എന്ന് ചോദിക്കും. എനിക്ക് വേണ്ടാഞ്ഞിട്ട് എന്ന് പറയും. അപ്പോൾ വല്യപ്പച്ചൻ്റെ മകനോ, അവൻ കുറേ കുടിച്ചു എന്ന് പറയും. ആഹാ, എന്തൊരു അന്തസ്സോടെയാണ് ആ പറയണത്. സ്വന്തം മകനല്ലേ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത്. വല്യപ്പച്ചൻ ഉപദേശിച്ചൂടെ? ഓ, അവൻ ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാൻ പറഞ്ഞു മോളെ നിർത്ത് ലാലിച്ച, ഈ കുടുംബത്തൊരു പെൺകുട്ടി എന്നൊക്കെ. അവൻ അതൊന്നും പ്രശ്നമല്ല. അവൻ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും മോളെ. എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം ചങ്കും കരളൊക്കെ അങ്ങനെ തന്നെ നശിച്ചു പോട്ടേലേ എന്ന് പറയും. ഇതങ്ങനെ നശിക്കൊന്നുമില്ല മോളെ എന്ന് പറയും. അതെന്തേ, ഈ മദ്യം കുടിച്ചാൽ കരളും ചങ്കും ഒന്നും പോകില്ലേ? അത് ആൽക്കഹോൾ തന്നെയല്ലേ? അതുമ്മൽ എഴുതി വെച്ചിട്ടില്ലേ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്? ഇല്ല, അതുമ്മൽ എഴുതി വെച്ചിട്ടില്ല മോളെ എന്ന് പറയും. കാരണം അവൻ കൊണ്ടുവരുന്നത് മുന്തിയനോണ്, ഫോറിൻ സാധനങ്ങളൊക്കെ. ഇനി അവൻ പട്ടാളത്തിൽ ചേർന്ന സമയം തുടങ്ങിയുള്ള കുടീന് പിന്നെ നിർത്തിയിട്ടില്ല, നിർത്താൻ പറ്റിയിട്ടില്ല. അവൻ അടിക്കുന്ന സാധനങ്ങൾ അടിച്ചാലൊന്നും ചങ്കും കരളും വാടൊന്നുമില്ല മോളെ. അത് നല്ല സാധനങ്ങളെന്നൊക്കെ പറയും. ഉവ്വ ഉവ്വ. വല്യപ്പച്ചൻ മകനെ ന്യായീകരിക്കൊന്നും വേണ്ട. ഏത് മദ്യം കുടിച്ചാലും എല്ലാവർക്കും ഉണ്ടാവും അസുഖങ്ങൾ. അവൻ എല്ലാ മാസവും ടെസ്റ്റൊക്കെ നടത്തും. ശരീരമൊക്കെ നോക്കുന്ന ആളാണ് മോളെ. എല്ലാ ടെസ്റ്റും ചെക്കപ്പൊക്കെ നടത്തും. അവൻ എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധയും ചിട്ടയൊക്കെ ഉണ്ട്. ഉവ്വ കണ്ടറിയാന്ന് പറയും. പുറമേ കാണുന്ന ആൾക്കാർ പോലൊന്നല്ല. എല്ലാവർക്കും ഉള്ളിലും പലതും ഉണ്ടാവും എന്നറിയും. ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്, എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ കുറേ കറുത്ത പട്ടികൾക്കിടയിൽ ഒരു വെളുത്ത പട്ടി, അതിനല്ല എന്നെ കൊണ്ടുവന്നിടത്തേക്ക് എന്നെ കൊണ്ടാക്കി കൊടുക്കും വല്യപ്പച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിണങ്ങി നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.